This is me Arun here, your coach, your mentor, your trainer in trading. എന്തൊരു കാര്യമാണെങ്കിലും നമ്മളത് പേടിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആകാനായിട്ടുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. ലെറ്റ്സ് സേ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയുന്നില്ല, പേടിച്ചുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് ഇരിക്കാനായിട്ടുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഇല്ലെങ്കിൽ അത് ലെറ്റ്സ് സേ നമ്മൾ നിർത്തി പോകേണ്ടതായിട്ട് വരുന്നു പേടിച്ചിട്ട്, അല്ലേ? അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. നമ്മൾ പേടിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അധികം ലോസസ് ജനറേറ്റ് ചെയ്യും, നമ്മളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു, നമുക്ക് അനാവശ്യമായിട്ടുള്ള ട്രേഡ്സ് വരുന്നു, ആവശ്യമുള്ള ട്രേഡ്സ് എടുക്കാതിരിക്കുന്നു. ഇങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളിലോട്ട് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഗ്രീഡിനെ പറ്റി മനസ്സിലാക്കുകയും ഗ്രീഡിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ ടൈപ്സ് ഗ്രീഡാണ് വരുന്നതെന്നും അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓടിപ്പോയി കാണുക. അത് ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾ ഫിയറിനെ പറ്റി മനസ്സിലാക്കുകയും നിങ്ങളുടെ ഏതൊക്കെ ടൈപ്സ് ഫിയർ ആണ് മാർക്കറ്റിലുള്ള ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ സൊല്യൂഷൻ കൂടെയാണ് നമ്മളിവിടെ മനസ്സിലാക്കി തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡീകോഡ് ട്രേഡിംഗ് സൈക്കോളജി. നമ്മളുടെ ഫിയർ എന്ന് പറയുന്നത് അത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് തുടങ്ങണം ഇല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്ന് വെക്കുന്ന ഒരു സ്ഥലത്തിലെ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഫിയർ നമ്മളെ ഹണ്ട് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ലെറ്റ്സ് സേ നമ്മൾ എന്തുകൊണ്ട് ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ടൈമിൽ വേണോ വേണ്ടയോ എന്ന് തിങ്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് വേണ്ട എന്ന് തിങ്ക് ചെയ്യുന്നത്? ഇല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിൽ എത്തുന്നത്, ഇല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ വരുന്നത്? പേടി കൊണ്ടാണ്. എന്തിൻ്റെ പേടി? ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫെയിലിയർ ആകുമോ, എൻ്റെ കയ്യിലുള്ള ക്യാഷ് പോകുമോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ തന്നെ ഞാൻ ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നതാണ് പ്രശ്നം, അല്ലേ? ഫിയർ ഓഫ് ബീയിങ് റോങ് എന്ന് പറയും. ഞാൻ തെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന നഷ്ടങ്ങളെ പറ്റി പേടിച്ചിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുന്നു ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നു എന്നതിലാണ്. സോ ഇതെങ്ങനെ മാറ്റാം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യണം. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല, ഒരു വണ്ടി ഓടിക്കാൻ പോലും അറിയില്ല, നേരെ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്ന ഒരു ഇന്റൻഷനിൽ നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അറിയില്ല, ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഒരു മെത്തേഡ് ഇല്ലെങ്കിൽ ഒരു സിനാരിയോ അതാണ്. സെക്കൻഡ് സിനാരിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നും അറിയത്തില്ല, എന്നാൽ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. ആരൊക്കെയോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് പിടിച്ച് തിരിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും, ഇന്ന ഗിയർ ഇതാണ്, ഇങ്ങനെ മാറ്റാൻ പറ്റുമെന്നൊക്കെ റാൻഡമായിട്ട് കാണുകയും നേരെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വണ്ടി ചെന്ന് ഇടിക്കാനായിട്ട് പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ഇതല്ലേ ട്രേഡിംഗ് സംഭവിക്കുക? ഒന്നും അറിയാത്ത ഒരാൾ കയറിയിരിക്കുന്നു, ടെർമിനലിൽ കയറിയിരിക്കുന്നു, കാണുന്നു, കൊള്ളാം എന്നൊരു ചിന്തയിലിരിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്, അല്ലേ? അല്ലാതെയോ? ഓക്കെ ഫൈൻ, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ചെയ്യുന്നത്, അവർ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നേരെ എന്താ ചെയ്യുന്നത്? ട്രേഡ് ചെയ്യാൻ കയറുന്നു. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ കീ സ്റ്റാർട്ട് ചെയ്യുന്നു, ഗിയർ എന്തൊക്കെയോ ചെയ്യുന്നു, സ്റ്റിയറിംഗ് നേരെ ചെന്ന് മാറ്റുന്നു, ഇടിക്കുന്നു ചെന്ന്. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങിലും. ഒന്നും അറിയാത്ത ഒരാൾ നേരെ ചെയ്യുന്നു, ചെന്ന് ഇടിക്കുന്നു, ലോസസ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ഫസ്റ്റ് വേണ്ടത്? നമുക്കൊരു പ്രോപ്പർ മെത്തേഡ് വേണം. എന്തിനാണിത്? നന്നായിട്ട് നമ്മൾ ഫസ്റ്റ് വണ്ടി പഠിച്ച ടൈമിൽ പോലെ ആണോ നമ്മൾ പിന്നീട് കുറെ അധികം നാളുകൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓടിക്കുന്നത്? അല്ല, അല്ലേ? എന്തുകൊണ്ടാ? നമുക്ക് കോൺഫിഡൻസ് ബിൽഡായി. എങ്ങനെ? നമുക്ക് മനസ്സിലായി ഒരു വണ്ടിയാണെങ്കിൽ നമ്മൾ ഇന്ന രീതിയിലാണ് ഓടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയും കുറെ അധികം നാൾ ഓടിച്ചപ്പോഴത്തേക്ക് റോഡിൽ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യും. എന്നിട്ടല്ലേ നമുക്ക് കോൺഫിഡൻസോട് കൂടി നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ സാധിക്കുക. ഇത്രയും തന്നെ അല്ലേ ഉള്ളൂ ട്രേഡിങ്ങിലും, അല്ലേ? നല്ല രീതിയിൽ ഒരു പ്രോപ്പർ മെത്തേഡിൽ മാർക്കറ്റിനെ മനസ്സിലാക്കുകയും കുറെ അധികം എക്സ്പീരിയൻസ്, കുറെ അധികം നാളുകൾ നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തും കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് നല്ലൊരു പ്രോസസ്സിൽ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയുന്നു. സോ ഫസ്റ്റ് ഈ വന്ന ഒരു ഫിയർ നമുക്ക് ഇവിടെ തന്നെ മാറ്റിക്കൂടെ? എങ്ങനെ? നേരെ ചാടി മാർക്കറ്റിലോട്ട് വരികയല്ല ചെയ്യേണ്ടത്. അതിനു പകരം നമ്മൾ നല്ലൊരു പ്രോപ്പർ മെത്തേഡ് മനസ്സിലാക്കുകയും അത് ആ ഒരു സിംഗിൾ മെത്തേഡിൽ തന്നെ നിൽക്കുക. ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കാര്യം. ഞാൻ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പ്രൈസ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, SMCയിലോട്ട് പോയി, വൈക്കോഫിലോട്ട് പോയി, എലിയറ്റ് വേവിലോട്ട് പോയി. ഈ ഒരു കുറെ അധികം സ്ട്രാറ്റജിയിലോട്ട് ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനെ നമ്മൾ പറയും ഒരു മങ്കി മൈൻഡ് സെറ്റ് എന്ന് പറയും. ഓരോ ജില്ലയിൽ നിന്ന് അടുത്തടുത്ത ജില്ലയിലോട്ട് ചാടി പൊക്കോണ്ടിരിക്കുന്നു. ബട്ട് എന്നാൽ ഞാൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി പ്രൈസ് ആക്ഷനിലോട്ട്. ഇതെല്ലാ സ്ട്രാറ്റജീസും പറഞ്ഞു തരുന്നത് ഒരൊറ്റ കാര്യമാണ്. പ്രൈസ് ആക്ഷൻ ആണ് പറഞ്ഞു തരുന്നതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുകയും സ്ട്രാറ്റജീസ് ഒക്കെ പറയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു കട്ടി വേർഡ് പറയാം, ഒരു വെയിറ്റിന് നമുക്കിങ്ങനെ പറയാം എന്നുള്ളതാണ് ആക്ച്വലി. അല്ലാതെ
ഇതെല്ലാം എന്താണ്? ഇതാണോ നമ്മളെ സക്സസിലോട്ട് എത്തിക്കാൻ പോകുന്നത്? ഒരിക്കലുമല്ല. നമ്മളുടെ സൈക്കോളജിയാണ്. ഹ്യൂമൻ സൈക്കോളജിയും മാർക്കറ്റ് സൈക്കോളജിയും കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മളത് ക്ലബ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മളെ സക്സസിലോട്ട് എത്തിച്ചേർക്കാൻ പോകുന്നത്. സ്ട്രാറ്റജീസ് തന്നെ, ഏത് സ്ട്രാറ്റജി ആണെങ്കിൽ ലെറ്റ് ദാറ്റ് ബി പ്രൈസ് ആക്ഷൻ, SMC, വൈക്കോഫ്, എലിയറ്റ് വേവ്, എന്ത് തന്നെ ആണെങ്കിലും, ഇതിനെക്കാട്ടിലും വലിയ സ്ട്രാറ്റജീസ് ആരെങ്കിലും ഇതാണ് ഇതിനെക്കാട്ടിലും വലിയ അത് തന്നെ ആണെങ്കിൽ കൂടി ഇതെല്ലാം ഒരൊറ്റ കാര്യം മാത്രമാണ് ചെയ്യുന്നത്. ഇതൊരു ടൂളാണ്. എന്തിനുള്ളത്? മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൂള് മാത്രമാണിത്. സോ ഈ ഒരു സ്റ്റേജിൽ ഞാനും ഇങ്ങനെ മങ്കി മൈൻഡ് സെറ്റ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ്? ഫെയിലിയേഴ്സിനെ ഇഷ്ടപ്പെടുന്നില്ല, തെറ്റാകാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ എന്നാൽ ഒരു ട്രേഡറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? ഫെയിലിയേഴ്സിനെ ഇഷ്ടപ്പെടുക, എന്നിട്ട് ആ ഫെയിലിയേഴ്സിൽ നിന്ന് കുറെ അധികം ലെസൺസ് ലേൺ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സക്സസിൽ നിന്ന് നമ്മൾ എന്താ ലേൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളൊരു മൈൽ സ്റ്റോൺ എത്തുന്നു, ദാറ്റ്സ് ഇറ്റ്. ചിലവർ ആ മൈൽ സ്റ്റോണിൽ സ്റ്റക്കായി നിൽക്കുന്നു. ഞാൻ സക്സസ് ആയി, ദാറ്റ്സ് ഇറ്റ് എന്ന്. അവിടുന്ന് അടുത്തൊരു പോയിന്റിലോട്ട് പോകണമെന്ന് ആരും തിങ്ക് ചെയ്യുന്നില്ല. ബട്ട് എന്നാൽ ഫെയിലിയേഴ്സിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്യാനായിട്ട് പോകുന്നത്. ആസ് എ ട്രേഡർ നമ്മൾ കൂടുതൽ മാക്സിമം ലോസസ് ജനറേറ്റ് ചെയ്യണം. എപ്പം? ഫസ്റ്റ് 1 to 2 ഇയേഴ്സിൽ മാക്സിമം ലോസസ് ജനറേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഓരോ ലെസൺസ് നമ്മൾ ലേൺ ചെയ്യുക. നമ്മൾ ഇവിടുന്ന് എന്ത് സ്ട്രാറ്റജി പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ മെന്ററിന്റെ അടുത്താണ്, മാർക്കറ്റ്. അവിടുന്ന് നമ്മൾ ലെസൺസ് ലേൺ ചെയ്യണം, എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, അതിനെ ശരിയാക്കി പൊയ്ക്കൊണ്ടിരിക്കുക. സോ നമ്മൾ തെറ്റാകുന്നതിനുള്ള മൈൻഡ് സെറ്റ്, ഇല്ലെങ്കിൽ ആ ഒരു ഫിയറിനെ മാറ്റേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ? ഒരു പ്രോപ്പർ മെത്തേഡ് മനസ്സിലാക്കുകയും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ജനറേറ്റ് ചെയ്യുക എന്നതാണ് നമുക്കൊരു കാര്യം വേണ്ടത്. മറ്റൊരു ഫിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഒരു റെഡ്, ലൈക്ക് P&L റെഡ് കഴിഞ്ഞ ഉടനെ പേടിയാണ് വരുന്നത്. ഈ പേടി എവിടെയാണ് എത്തിച്ചേരുന്നത് അറിയോ? ചെറിയ ചെറിയ പ്രോഫിറ്റ്സും വലിയ ലോസസിലും എത്തിച്ചേരുന്നു. ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലേ? ആ പ്രശ്നം നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കണം. ഒരു എൻട്രി എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 1000 വട്ടം വേണം നിങ്ങൾ തിങ്ക് ചെയ്തോ, 1000 വട്ടം വേണം അനലൈസ് ചെയ്തോ, നോ പ്രോബ്ലം. ബട്ട് എന്നാൽ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഡിസിഷൻ മാറാനേ പാടില്ല. ഒന്നിൽ സ്റ്റോപ്പ് ലോസ്, ഇല്ലെങ്കിൽ ടാർഗറ്റ്. ഇതായിരിക്കണം നമ്മളുടെ ഇന്റൻഷൻ, ഇതായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റിലുള്ള ഒരു കാര്യം. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ ഒരു പെർഫെക്റ്റ് വ്യൂയിൽ നമ്മൾ മാർക്കറ്റിൽ കയറി നോക്കിക്കേ, കുറെ അധികം അനാവശ്യമായിട്ടുള്ള എക്സിറ്റുകളും കുറെ അധികം അനാവശ്യമായിട്ടുള്ള എൻട്രികളും മാറും. എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താ പറയുക? എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കയറുന്നുണ്ടോ, ഇത് കുറയുന്നുണ്ടോ, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ഇന്റൻഷൻ വന്നുകൊണ്ടേയിരിക്കും. ലൈക്ക് ഒരു ഇൻറ്റ്യൂഷൻസ് ഇവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ബേസിസിൽ മൈൻഡ് ലൈക്ക് വാട്ട് ഇങ്ങനെ കൊളാപ്സ് ആവുകയും ഫൈനൽ ഡിസിഷൻ തെറ്റായി എടുക്കുന്നു. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റ്സിലും വലിയ ലോസസിലും എത്തിച്ചേരുന്നു. ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് ഒന്നീ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പേടിക്കണം. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരു ട്രേഡും തന്നെ നമ്മൾ ആരും തന്നെ ഇനിഷ്യേറ്റ് ചെയ്യരുത്. ഇതിന് കഴിഞ്ഞാലുണ്ട വരുന്നൊരു ഫിയർ എന്തുവാണെന്നറിയോ? 2 ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്തു, ലോസസ് ആണ്. 3-ാമത്തെ ദിവസം നിങ്ങൾ വിചാരിക്കും, ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ഈ ദിവസവും ലോസ് ആകാൻ പ്രോബിലിറ്റി ഉണ്ട്, ഇന്ന് ട്രേഡ് എടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ കയറി പോവുകയും കൂടെ ചെയ്യും. ലൈക്ക് നിങ്ങളുടെ ഡയറക്ഷനിലോട്ട് അത് പോവുകയും കൂടെ ചെയ്യുന്നു. സംഭവിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഇൻ ട്രേഡിങ്. ഒബ്വിയസ്ലി അതൊരു ഫിയർ തന്നെയാണ്, പേടിയാണല്ലോ, പേടിച്ചിട്ടാണല്ലോ നമ്മൾ കയറാതിരിക്കുന്നത്. അതിനെ നമ്മൾ മാറ്റേണ്ടത് കൺസിസ്റ്റൻസി ഇൻ ട്രേഡിങ്. എല്ലാ ദിവസവും നമുക്ക് വരുന്ന നമ്മളുടെ ആ ഒരു സെർട്ടൻ ലെവൽസ് എത്തുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യും എന്നുള്ളൊരു കൺക്ലൂഷനും ഒരു ചെക്ക് ലിസ്റ്റും ജനറേറ്റ് ചെയ്യണം. എനിക്ക് ഇന്ന പോയിന്റ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുകയുള്ളൂ എന്നുള്ളത്. എന്നാൽ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ നിർബന്ധമായിട്ടും അത് ചെയ്യണം. എന്ന് വെച്ച് ഓടിക്കേറി എല്ലാ സ്റ്റോക്സിലും ഇതുപോലെ അനലൈസ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. മാക്സിമം ഒരു 3 ഇല്ല വേണ്ട, ജസ്റ്റ് ഒരു 2 സ്ക്രിപ്റ്റുകൾ മാത്രം മതി. ഒരൊറ്റ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അതിനെപ്പറ്റി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കുക. കുറെ അധികം സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും അത് പെർഫോം ചെയ്യുന്ന ചെറിയ ചെറിയ വേറെ രീതികളിലാണ്. മൂവ്മെന്റ്സ് പല ഡിഫറെന്റ് മെത്തേഡ്സിനാണ് മൂവ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഒറ്റ സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇരിക്കും? ബെറ്റർ ആയിരിക്കും അല്ലേ? നമ്മൾ അതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ കൂടുതൽ ലോസസ് ജനറേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ആ രീതിയിലും മൂവ് ചെയ്യാവുന്നതാണ്. 2 ദിവസം നമ്മൾ ലോസ് ചെയ്ത് 3-ാമത്തെ ദിവസം നമ്മൾ പേടിച്ചിട്ട് മാറി നിൽക്കുകയാണ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. റിസ്ക് മാനേജ്മെന്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുകയില്ല. ഫിയർ കാരണം പറ്റുന്ന ഒരു വേറൊരു പ്രശ്നമാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ് ചെയ്യും. ഇല്ലേ? സംഭവിച്ചിട്ടില്ലേ നിങ്ങൾക്ക്? അതുമാത്രമല്ല
ഫോമോ എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇതും വേറൊരു ഫിയർ ആണ്. എന്താണെന്നറിയോ, മാർക്കറ്റ് ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഇനിയും കയറും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എന്നാൽ ഞാൻ എൻ്റെ എൻട്രി മിസ്സായി പോകുമോ എന്ന് വെച്ചിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയി വാങ്ങിക്കും. എന്നിട്ട് മാർക്കറ്റ് നേരെ താഴത്തേക്ക് വരുന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു. അല്ലേ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടം പോലെ ദിവസങ്ങൾ ഫോർവേഡ് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സ്ക്രിപ്റ്റുകൾ വേറെ ഉണ്ട്. എന്തിനാണ് ആ ഒരു ഒറ്റ സ്ക്രിപ്റ്റിൽ നമ്മൾ മിസ് ചെയ്തു എന്ന് വെച്ചിട്ട് ചാടിക്കയറി പിടിക്കാൻ പോകുന്നത്? അതൊന്ന് കൺട്രോൾ ചെയ്താൽ പോരെ? അതൊന്ന് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അനാവശ്യമായിട്ടുള്ള എൻട്രി നമുക്ക് അവിടെ ഒഴിവാക്കാൻ സാധിക്കുകയില്ലേ? ജസ്റ്റ് തിങ്ക്. ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി വരുന്ന ഫിയറുകളെല്ലാം. ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ലൊരു മെത്തേഡ്, അതായത് നല്ലൊരു സ്ട്രാറ്റജി മനസ്സിലാക്കുകയും പ്രൈസ് ആക്ഷൻ, സിമ്പിൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ബ്രേക്ക് ഡൗൺ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മോർ ദാൻ ഇനഫ്. മൾട്ടി ടൈം ഫ്രെയിം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഒരു മെത്തേഡ് മനസ്സിലാക്കുക. ആ ഒരു ഒറ്റ മെത്തേഡിൽ തന്നെ ഒരു മെത്തേഡ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ മെത്തേഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ അടുത്തടുത്ത മെത്തേഡ് നോക്കാതിരിക്കുക. നേരെ യൂട്യൂബിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇൻട്രാഡേ ബെസ്റ്റ് സ്ട്രാറ്റജി, 1000% റിസൾട്ട്, 100% ROI. എല്ലാ മാർക്കറ്റിലും 100% റിട്ടേൺ എപ്പോഴും സക്സസ് തരുന്ന ഒരു സ്ട്രാറ്റജിയും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് തംബ്നെയിൽസ് കാരണം അതിന്റെ പുറകെ പോവുകയും മൈൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും അതിലോട്ട് ജമ്പ് ചെയ്യും. വേണ്ട, ഒരൊറ്റ സ്ട്രാറ്റജിയിൽ ഫിക്സ് ചെയ്യുക, അതിൽ തന്നെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഫിയറുകളെയും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കുക. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇതെല്ലാം നിർത്തുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബാരിയർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ഹ്യൂമൻ ഇമോഷനാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും ബേസിക്കലി. അത് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയുക. സ്മൂത്ത് ആയിട്ട് പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഫിയറിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് കഴിയും. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഫിയേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ്സ് അറിയിക്കുക. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. See you there in next video. Bye.